Hi, welcome to Lash Class. BA English second semester റീഡിംഗ് ഫിക്ഷനിലെ ഓപ്പൺ ഇറ്റ് എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് നമ്മൾ നോക്കുന്നത്. ഈ ചാപ്റ്ററിലെ സമ്മറിയുടെയും എക്സ്പ്ലനേഷൻ്റെയും വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആയിരിക്കും. ഇവിടെ നമ്മൾ ഈ ചാപ്റ്ററിലെ ഷോർട്ട് ക്വസ്റ്റ്യൻസ്, പാരഗ്രാഫ്, എസ്സേ ക്വസ്റ്റ്യൻസ് എന്നിവയ്ക്കുള്ള നോട്ട്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആദ്യം നമുക്കിതിലെ ഷോർട്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് ഈസ് ദ പ്രൈമറി സെറ്റിംഗ് ഓഫ് ദ സ്റ്റോറി? ഓപ്പൺ ഇറ്റ്. ഈ സ്റ്റോറിയിലെ സെറ്റിങ്സ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. The primary setting of the story is a refugee camp during the partition of India, where Sirajuddin regains consciousness after a violent train journey from Amritsar. ഇന്ത്യയുടെ വിഭജന കാലഘട്ടത്തിലുള്ള ഒരു അഭയാർത്ഥി ക്യാമ്പാണ് ഈ സ്റ്റോറിയുടെ സെറ്റിങ്സ് ആയിട്ട് നമ്മൾ കാണുന്നത്. സിറാജുദ്ദീൻ എന്ന ഒരു എൽഡർലി മാൻ അമൃത്സറിൽ നിന്ന് കലാപത്തിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടുകൊണ്ട് ആ ക്യാമ്പിൽ എത്തിയിടത്തു നിന്നാണ് കഥ ആരംഭിക്കുന്നത്. The story also shifts to locations like the streets where volunteers search for Sakina and the hospital where the climax unfolds. അതിനുശേഷം പിന്നെ ഈ സ്റ്റോറിയിൽ വേറെയും സെറ്റിങ്സ് വരുന്നുണ്ട്. ഇയാളുടെ കാണാതായിട്ടുള്ള മകൾ സക്കീനയെ അന്വേഷിച്ചുകൊണ്ട് വളണ്ടിയേഴ്സ് നടക്കുന്ന ഒരു സെറ്റിങ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സ്റ്റോറിയുടെ ക്ലൈമാക്സ് ഒരു ഹോസ്പിറ്റലിലാണ് വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. പ്രൈമറി സെറ്റിങ്സ് ആയിട്ട് നമ്മൾ കാണുന്നത് ഇന്ത്യയുടെ വിഭജന കാലഘട്ടത്തിലുള്ള ഒരു അഭയാർത്ഥി ക്യാമ്പിൽ ഈ കഥ നടക്കുന്നതായിട്ടാണ്. Who is Sirajuddin and what is his relationship to Sakina? ഇനി ഈ സ്റ്റോറിയിൽ ആരാണ് സിറാജുദ്ദീൻ? അയാൾക്ക് സക്കീനയുമായിട്ടുള്ള റിലേഷൻ എന്തായിരുന്നു? സിറാജുദ്ദീൻ ഈസ് എൻ എൽഡർലി മാൻ ഹു സർവൈവ്സ് ദി കമ്മ്യൂണൽ വയലൻസ് ഓഫ് പാർട്ടീഷൻ. ഇന്ത്യയുടെ വിഭജന കാലഘട്ടത്തിലുള്ള വർഗീയ കലാപം അതിജീവിക്കുന്ന ഒരു പ്രായമായ വ്യക്തിയായിട്ടാണ് സിറാജുദ്ദീനെ അവതരിപ്പിക്കുന്നത്. ഹി ഈസ് ദ ഫാദർ ഓഫ് സക്കീന. ഇനി സക്കീനയുമായിട്ട് ഇയാൾക്ക് റിലേഷൻ, ഇയാൾ സക്കീനയുടെ ഫാദറാണ്. ദേ ഗെറ്റ് സെപ്പറേറ്റഡ് ഇൻ ദ കെയോസ് ഓഫ് ദ കമ്മ്യൂണൽ വയലൻസ്. അവിടെ ഉണ്ടായിട്ടുള്ള വർഗീയ കലാപത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിനിടയ്ക്ക് സിറാജുദ്ദീനും സക്കീനയും തമ്മിൽ വേർപെട്ടു പോകുന്നതായിട്ടാണ് ഈ കഥയിൽ നമ്മൾ കാണുന്നത്. വാട്ട് അസിസ്റ്റൻസ് ടു ദ യങ് മെയിൽ ക്യാമ്പ് വളണ്ടിയേഴ്സ് പ്രൊവൈഡ് ടു സിറാജുദ്ദീൻ? ഇനി സിറാജുദ്ദീൻ മകളെ അന്വേഷിച്ച് നടക്കുന്ന സമയത്ത് ആ ക്യാമ്പിൽ ഉണ്ടായിരുന്ന ചെറുപ്പക്കാരായിട്ടുള്ള വളണ്ടിയേഴ്സ് എന്ത് സഹായമാണ് വാഗ്ദാനം ചെയ്യുന്നത്? The young volunteers offer to help Sirajuddin find his missing daughter. അയാളുടെ കാണാതായ മകളെ കണ്ടുപിടിച്ചു കൊടുക്കാമെന്നാണ് ആ വളണ്ടിയേഴ്സ് പറയുന്നത്. They embark on dangerous rescue missions to Amritsar. അങ്ങനെ ആയുധങ്ങളുമായിട്ട് ലോറിയിൽ അവർ അമൃത്സറിലേക്ക് ഇതുപോലെ ആളുകളെ രക്ഷിക്കാൻ വേണ്ടി പോകുന്നതായിട്ട് നമ്മൾ കാണുന്നു. How does Sakina meet her tragic fate in the story? ഇനി ഈ കഥയ്ക്കകത്ത് സക്കീനയുടെ ട്രാജഡി എങ്ങനെ സംഭവിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. സക്കീന മീറ്റ്സ് എ ട്രാജിക് ഫേറ്റ് ഇൻ കയോസ് ഓഫ് ദ കമ്മ്യൂണൽ വയലൻസ് ഡ്യൂറിംഗ് ദ പാർട്ടീഷൻ ഓഫ് ഇന്ത്യ. ഇന്ത്യ വിഭജന കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള വർഗീയ കലാപങ്ങളുടെ ഒരു അന്തരീക്ഷത്തിൽ സക്കീനയുടെ ട്രാജഡി ഉണ്ടാവുന്നതായിട്ടാണ് ഈ കഥയിൽ അവതരിപ്പിക്കുന്നത്. ഷീ ഗെറ്റ് സെപ്പറേറ്റഡ് ഫ്രം ഹെർ ഫാദർ ആൻഡ് ലേറ്റർ ദ യങ് മെൻ ഹു പ്രോമിസ് ടു ഹെൽപ്പ് അസോൾട്ട് ഹെർ. ആ കലാപത്തിനിടയിൽ അവളുടെ അച്ഛനിൽ നിന്ന് വേർപെട്ടു പോവുകയും പിന്നീട് അവളെ കണ്ടെത്താം, സഹായിക്കാം എന്ന് പറഞ്ഞ ചെറുപ്പക്കാർ തന്നെ അവളെ ഉപദ്രവിക്കുന്നതുമായിട്ട് നമ്മൾ ഈ സ്റ്റോറിയിൽ കാണുന്നു. വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ ഫ്രേസ് ഓപ്പൺ ഇറ്റ് ഇൻ ദ കണ്ടെക്സ്റ്റ് ഓഫ് ദ നരേറ്റീവ്? ഇനി ഈ സ്റ്റോറിയിൽ ഓപ്പൺ ഇറ്റ് എന്ന് പറയുന്ന ഫ്രേസിൻ്റെ പ്രാധാന്യം എന്താണ്? ദ ഫ്രേസ് ഓപ്പൺ ഇറ്റ് ഈസ് സിഗ്നിഫിക്കൻറ്റ് ഇൻ എക്സ്പ്രസിംഗ് ദ ട്രോമ ഓഫ് ദ ട്രാജിക് എക്സ്പീരിയൻസ് സക്കീന വെന്റ് ത്രൂ. സക്കീന കടന്നു പോയിട്ടുള്ള ദുരന്ത അനുഭവത്തിൻ്റെ ഒരു ഡെപ്ത് വെളിപ്പെടുത്തുന്നതിൽ ഓപ്പൺ ഇറ്റ് എന്ന ഫ്രേസ് നിർണായകമാണ്. The doctor refers to a window, but Sakina's reflective response exposes the horrific abuse she endured. ഡോക്ടർ ഒരു ജനലിന് നേരെ ചൂണ്ടിക്കൊണ്ടാണ് ഓപ്പൺ ഇറ്റ് എന്ന് പറയുന്നത്. പക്ഷേ അതിനോടുള്ള സക്കീനയുടെ പ്രതികരണം അവൾ കടന്നുപോയിട്ടുള്ള ദുരന്ത അനുഭവങ്ങളുടെ വ്യാപ്തി വെളിപ്പെടുത്തുന്നതാണ്. ഇറ്റ് സിംബലൈസസ് ദ ഡീഹ്യൂമനൈസേഷൻ ഓഫ് വിമൻ ഡ്യൂറിങ് പാർട്ടീഷൻ. ആ ഒരു വർഗീയ കലാപങ്ങളുടെ കാലഘട്ടത്തിൽ സ്ത്രീകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ദുരന്തങ്ങളുടെ ഒരു സിംബലായിക്കൊണ്ട് നമ്മൾ ആ ഫ്രേസ് കാണുന്നു. ഇനി ഇതിലെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ചോദ്യം, ഹൗ ഡസ് മാൻഡോ ഡെപിക്ട് ദി ഇമോഷണൽ ടെർമോയിൽ എക്സ്പീരിയൻസ്ഡ് ബൈ സിറാജുദ്ദീൻ ആസ് ഹി സെർച്ചസ് ഫോർ സക്കീന? ഇനി സിറാജുദ്ദീൻ തൻ്റെ മകളെ അന്വേഷിച്ച് നടക്കുന്ന സമയത്തുള്ള അയാളുടെ ഇമോഷണൽ ടെർമോയിൽ അല്ലെങ്കിൽ വൈകാരികമായിട്ടുള്ള തകർച്ച എങ്ങനെയാണ് കഥയിൽ അവതരിപ്പിക്കുന്നത്?
Mando portrays Sirajuddin's emotional turmoil through his shock, helplessness and desperate attempts to find his daughter. അയാൾ അനുഭവിക്കുന്ന ഷോക്ക്, അതുപോലെ നിസ്സഹായത, അയാളുടെ മകളെ കണ്ടെത്താൻ വേണ്ടി അയാൾ നടത്തുന്ന വ്യർത്ഥ ശ്രമങ്ങൾ എന്നിവയിലൂടെയാണ് അയാളുടെ ഈ ഒരു ഇമോഷണൽ ടെർമോയിൽ കഥയിൽ അവതരിപ്പിക്കുന്നത്. സിറാജുദ്ദീൻ ഈസ് ഇനീഷ്യലി ഇൻ എ ഡേസ്ഡ് അൺറെസ്പോൺസീവ് സ്റ്റേറ്റ്, അണേബിൾ ടു ഫുള്ളി ഗ്രാസ്പ് ഹിസ് ലോസ്. കഥയുടെ തുടക്കത്തിൽ നമ്മൾ സിറാജുദ്ദീനെ കാണുന്നത് അയാൾ നമ്പായിട്ട് അല്ലെങ്കിൽ മരവിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. അയാൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനോ ചിന്തിക്കാനോ പോലും കഴിയാത്തൊരവസ്ഥയിൽ നമ്മൾ അയാളെ കാണുന്നു. His inability to cry or express emotions reflects the depth of his trauma. അയാളുടെ മാനസികാഘാതം എത്രമാത്രം വലുതാണ് എന്നുള്ളതാണ്. അയാൾക്ക് ഒന്ന് കരയാനോ അല്ലെങ്കിൽ ചിന്തിക്കാനോ വിഷമിക്കാനോ പോലും കഴിയാത്ത മരവിച്ച അവസ്ഥയിലാണ് അയാളുടെ മനസ്സ് എന്നതിൽ നമ്മൾ കാണുന്നത്. He frantically looks for Sakina, clinging to hope despite the chaos around him. അപ്പോൾ ചുറ്റുമുള്ള ആ അക്രമങ്ങൾക്കിടയിലും തൻ്റെ മകളെ കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ ഒരു ഭ്രാന്തനെ പോലെ അയാൾ ഇങ്ങനെ അലയുന്നതാണ് നമ്മൾ കാണുന്നത്. His fragmented reflection of losing Sakina shows his mental distress. ഇനി മകളെ എവിടെ വെച്ചാണ് നഷ്ടപ്പെട്ടത് എന്ന് ഓർത്തെടുക്കാൻ അയാൾ ശ്രമിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ആ ദുരന്ത ഓർമ്മകൾക്കിടയിൽ അയാൾക്കത് ഓർക്കാൻ സാധിക്കാത്തത് എത്ര വലിയ മാനസിക ആഘാതമാണ് അയാൾക്ക് ഉണ്ടായിട്ടുള്ളത് എന്നത് പ്രകടമാക്കുന്നു. He is haunted by the thought that he failed to protect her, intensifying his suffering. കൂടാതെ തൻ്റെ മകളെ സംരക്ഷിക്കുന്നതിൽ താൻ പരാജയപ്പെട്ടു എന്നുള്ളൊരു ചിന്ത കൂടി അയാളുടെ സഫറിങ്ങിനെ വലുതാക്കുന്നു. His internal agony is emphasized by his lack of speech and passive endurance of hardships. അയാൾ വളരെ നിശബ്ദമായിക്കൊണ്ട് ഇതെല്ലാം അനുഭവിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ആ ഒരു ഷോക്കിലെ മരവിപ്പിൽ ഒന്ന് കരയാനോ അല്ലെങ്കിൽ സംസാരിക്കാനോ കഴിയാത്തൊരവസ്ഥയിൽ അയാളെ നമ്മൾ കാണുന്നു. Mando effectively captures the emotional turmoil of a father trapped in the anguish of loss and uncertainty. അങ്ങനെ തൻ്റെ മകളെ നഷ്ടപ്പെട്ട തൻ്റെ മകളെക്കുറിച്ചൊരു വിവരവുമില്ലാത്ത ഒരു പിതാവിൻ്റെ വൈകാരികമായിട്ടുള്ള ഭാരം ഈ കഥയിൽ അവതരിപ്പിച്ചിരിക്കുന്നു. How does the literary technique magic realism enhance the impact of the story's theme? ഇനി ഈ സ്റ്റോറിയിൽ ഉപയോഗിച്ചിരിക്കുന്ന മാജിക് റിയലിസം എന്ന ലിറ്റററി ടെക്നിക്ക് എങ്ങനെയാണ് ഈ സ്റ്റോറിയുടെ തീമിനെ എൻഹാൻസ് ചെയ്യുന്നത്? Magic realism in Open It intensifies the horror of the situation by merging reality with surreal elements. യാഥാർത്ഥ്യവും സങ്കല്പവും തമ്മിൽ സംയോജിപ്പിച്ചുകൊണ്ട് മാജിക് റിയലിസത്തിലൂടെ ഈ കഥയിൽ അവതരിപ്പിക്കുന്ന സിറ്റുവേഷൻ്റെ ദാരുണാവസ്ഥ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നു. Sakina responding to the phrase despite being presumed dead creates an unsettling effect. അങ്ങനെ മരിച്ചു കിടക്കുന്ന സക്കീന ഓപ്പൺ ഇറ്റ് എന്ന് പറയുന്ന ഫ്രേസിനോട് റെസ്പോണ്ട് ചെയ്യുന്നത് ഇത്തരത്തിൽ യാഥാർത്ഥ്യവും സങ്കല്പവും തമ്മിലുള്ളൊരു സംയോജനമായിട്ട് നമ്മൾ കാണുന്നു. അത് ആ ഒരു സിറ്റുവേഷൻ്റെ ദാരുണ അവസ്ഥ വായനക്കാർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു. Her automatic obedience suggests the extent of trauma and repeated violence. അപ്പോൾ ഈ ഒരു ഫ്രേസിനോട് അവൾ ഓട്ടോമാറ്റിക്കായിട്ട് റിയാക്ട് ചെയ്യുന്നത് നമ്മൾ കാണുമ്പോൾ ഈ ഒരു ഫ്രേസ് അവൾ കടന്നു പോയിട്ടുള്ള അനുഭവത്തിൽ എത്ര തവണ അവൾ കേട്ടിട്ടുണ്ട് എന്നുള്ളൊരു ദാരുണ അവസ്ഥയാണ് ചിത്രീകരിക്കുന്നത്. ദ സറിയൽ മൊമെൻറ്റ് മാഗ്നിഫൈസ് എ സൈക്കോളജിക്കൽ ഇമ്പാക്റ്റ് ഓൺ ദ റീഡർ. അപ്പോൾ ഇത് വായനക്കാരിൽ ഉണ്ടാക്കുന്ന മാനസിക ആഘാതത്തെ ഇൻറ്റൻസിഫൈ ചെയ്യുന്നതിന് സഹായിക്കുന്നു. ദ യൂസ് ഓഫ് മാജിക് റിയലിസം അണ്ടർസ്കോർസ് ദി ഇൻഎസ്കേപ്പബിൾ സ്കാർസ് ഇൻഫ്ലിക്റ്റഡ് അപ്പോൺ വിമൻ ഡ്യൂറിങ് പാർട്ടീഷൻ. അപ്പോൾ ഇന്ത്യ വിഭജന സമയത്ത് ഉണ്ടായിട്ടുള്ള വർഗീയ കലാപങ്ങളിൽ സ്ത്രീകൾ അനുഭവിച്ചിട്ടുള്ള ഇത്തരം ദാരുണ അനുഭവങ്ങളെ ഹൈലൈറ്റ് ചെയ്യാൻ ഈ ഒരു മാജിക് റിയലിസം ടെക്നിക്കിലൂടെ സാധിക്കുന്നുണ്ട്. ബൈ ബ്ലെൻഡിങ് ദ റിയൽ ആൻഡ് ദി അൺറിയൽ, മാൻഡോ ഫോഴ്സസ് ദ റീഡർ ടു കൺഫ്രണ്ട് ദ ലാസ്റ്റിംഗ് ഹൊറേഴ്സ് ഓഫ് ജെൻഡേർഡ് വയലൻസ് ഡ്യൂറിങ് പാർട്ടീഷൻ. ഇത്തരത്തിൽ യാഥാർത്ഥ്യവും സങ്കല്പവും തമ്മിൽ സംയോജിപ്പിച്ചുകൊണ്ട് ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു ദാരുണ ചിത്രം അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് മാന്തോയ്ക്ക് കഴിയുന്നു. Explain the role of gender in Mando's Open It. How are women portrayed in the context of partition? ഇനി ഈ കഥയിൽ ജെൻഡറിനുള്ള പ്രാധാന്യം എന്താണ്? ഇന്ത്യ വിഭജന കാലഘട്ടത്തിൽ സ്ത്രീകളുടെ ഒരു സാഹചര്യത്തെ എങ്ങനെയാണ് ഈ കഥയിൽ അവതരിപ്പിച്ചിട്ടുള്ളത്? Mando presents women as the most brutalized victims of partition, stripped of their identity and autonomy. ഇന്ത്യ വിഭജന കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള കലാപങ്ങളിൽ ഏറ്റവും അധികം അക്രമങ്ങൾ നേരിടേണ്ടി വന്ന വിഭാഗമായിട്ടാണ് ഈ കഥയിൽ സ്ത്രീകളെ അവതരിപ്പിക്കുന്നത്. Women endure extreme brutality, reflecting the widespread gendered violence during riots and war. ഇനി ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്താകമാനവും യുദ്ധങ്ങളുടെയും കലാപങ്ങളുടെയും കാലത്ത് ഏറ്റവും അധികം അക്രമങ്ങൾ നേരിടേണ്ടി വരുന്നത് സ്ത്രീകൾക്കാണെന്ന് ഈ കഥയിൽ അവതരിപ്പിക്കുന്നു. സക്കീന, once a lively girl, becomes a silent and violated body.
ഒരിക്കൽ ഊർജ്ജസ്വലയായ ഒരു പെൺകുട്ടിയായിരുന്ന സക്കീന നിശബ്ദയും നിശ്ചലയുമാകുന്നത് നമ്മൾ ഈ കഥയിൽ കാണുന്നു. ഹെർ മദേഴ്സ് ഡൈയിങ് പ്ലീഡ് ടു പ്രൊട്ടക്ട് സക്കീന റിഫ്ലെക്ട്സ് എ കോൺസ്റ്റന്റ് ഫിയർ സറൗണ്ടിങ് വുമൻസ് സേഫ്റ്റി. അതുകൂടാതെ അവളുടെ അമ്മയ്ക്ക് ഉണ്ടായിട്ടുള്ള അനുഭവം ഈ കഥയിൽ അവതരിപ്പിക്കുന്നുണ്ട്. അവളുടെ അമ്മ കൊല ചെയ്യപ്പെടുകയാണ് ഉണ്ടാവുന്നത്. അങ്ങനെ മരിക്കുന്ന സമയത്തും അവളുടെ അമ്മയ്ക്ക് തൻ്റെ മകളെ കുറിച്ചോർത്തിട്ടുള്ള ആവലാതികളാണ് ഉണ്ടായിരുന്നത് എന്നുള്ളത് ആ ഒരു കാലഘട്ടത്തിലെ ദാരുണാവസ്ഥ നമുക്ക് വെളിപ്പെടുത്തുന്നു. Whether rioters, rescuers or officers, men dictate women's fate. Mando highlights how women became collateral damage in conflicts driven by men. അപ്പോൾ പുരുഷന്മാർ ഉണ്ടാക്കുന്ന ഈ കലാപങ്ങൾക്കിടയിൽ എങ്ങനെയാണ് സ്ത്രീകൾ ഇരകളാകുന്നത് എന്നത് ഈ കഥയിൽ അവതരിപ്പിക്കുന്നത്. ആ പുരുഷന്മാർ ഈ കലാപങ്ങൾ നടത്തുന്ന ആളുകളാണെങ്കിലും ആ കലാപത്തിൽപ്പെട്ടവരെ രക്ഷിക്കാൻ പോകുന്ന ആളുകളാണെങ്കിലും ഇനി ഓഫീസർമാരാണെങ്കിലും ആരാണെങ്കിൽ തന്നെയും സ്ത്രീകൾക്ക് അവരെ ആരെയും വിശ്വസിക്കാൻ കഴിയില്ല എന്നുള്ളത് ഈ കഥയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നു. The story exposes the horrific reality that during times of war and riots, women's bodies become battlegrounds, reducing them to mere objects of suffering. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ യുദ്ധങ്ങളുടെയും കലാപങ്ങളുടെയും കാലഘട്ടങ്ങളിൽ സ്ത്രീകളാണ് ഏറ്റവും അധികം ദുരിതം ഏറ്റുവാങ്ങേണ്ടി വരുന്നത് എന്നുള്ളൊരു ചിത്രം ഇന്ത്യ വിഭജന കാലഘട്ടത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഈ കഥയിൽ അവതരിപ്പിക്കുന്നു. ഡിസ്കസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ ഫൈനൽ സീൻ ഓഫ് ദ സ്റ്റോറി. ഇനി ഈ സ്റ്റോറിയിൽ ഫൈനൽ സീനിൻ്റെ അല്ലെങ്കിൽ ക്ലൈമാക്സിൻ്റെ ഒരു സിഗ്നിഫിക്കൻസിനെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നത്. ദ ഫൈനൽ സീൻ ഓഫ് ഓപ്പൺ ഇറ്റ് ഡെലിവേഴ്സ് ദ മോസ്റ്റ് ഹാരോവിങ് മൊമെൻറ്റ് ഓഫ് ദ സ്റ്റോറി. ഈ കഥയിൽ വളരെ വേദന ഉണ്ടാക്കുന്ന പല സംഭവങ്ങളും നമ്മൾ കാണുന്നുണ്ടെങ്കിലും അതിൽ തന്നെ ഏറ്റവും അധികം ആഘാതമുണ്ടാക്കുന്ന സംഭവമായിട്ടാണ് ക്ലൈമാക്സിനെ നമ്മൾ കാണുന്നത്. ഇറ്റ് എൻകാപ്സുലേറ്റ്സ് ദ തീംസ് ഓഫ് ട്രോമ ആൻഡ് ഡീഹ്യൂമനൈസേഷൻ ഡ്യൂറിങ് റൈറ്റ്സ്. കലാപങ്ങളുടെ കാലഘട്ടത്തിലുണ്ടാവുന്ന ഈ ഡീഹ്യൂമനൈസേഷൻ്റെയും അതുപോലെ അക്രമങ്ങളുടെയും ഒരു ചിത്രം വ്യാപ്തിയോട് കൂടിയിട്ട് ഈ ക്ലൈമാക്സിൽ അവതരിപ്പിച്ചിരിക്കുന്നു. ദ ഡോക്ടേഴ്സ് വേർഡ്സ് ഓപ്പൺ ഇറ്റ് അൺഇൻറ്റൻഷനലി റിമൈൻഡ് ഹെർ ഓഫ് ദ റിപ്പീറ്റഡ് അസോൾട്ട് ഷീ എൻഡ്യൂർഡ്. ഡോക്ടർ ജനലിന് നേരെ ചൂണ്ടിക്കൊണ്ട് ഓപ്പൺ ഇറ്റ് എന്ന് പറയുന്ന സമയത്ത് താൻ കടന്നുപോയിട്ടുള്ള അനുഭവങ്ങളുടെ ഒരു ഓർമ്മപ്പെടുത്തലാണ് സക്കീനയ്ക്ക് ഉണ്ടാവുന്നതായിട്ട് നമ്മൾ കാണുന്നത്. സക്കീനാസ് റിഫ്ലക്റ്റീവ് ആക്ട് ഓഫ് ലോവറിംഗ് ഹെർ ഷൾവാർ റിവീൽസ് ദ ഡെപ്ത്സ് ഓഫ് ഹെർ ട്രോമ. അതിനോട് സക്കീന പ്രതികരിക്കുന്ന രീതിയിൽ നമ്മൾ കാണുന്നത് എത്രമാത്രം ഇത്തരം ആവർത്തിച്ചിട്ടുള്ള അനുഭവങ്ങളിലൂടെ അവൾ കടന്നുപോയിട്ടുണ്ട് എന്നതിൻ്റെ ഒരു ദാരുണ ചിത്രമാണ്. Magic realism in the final scene intensifies the horror of the situation by merging reality with the surreal elements. ഇനി ഈ സ്റ്റോറിയുടെ ക്ലൈമാക്സിൽ അവതരിപ്പിക്കുന്ന മാജിക് റിയലിസത്തിൽ യാഥാർത്ഥ്യവും സങ്കല്പവും തമ്മിൽ സംയോജിപ്പിക്കുന്നതിലൂടെ ആ ഒരു ദാരുണാവസ്ഥയുടെ വ്യാപ്തി പ്രകടമാക്കുന്നു. Sakina responding to the phrase despite being presumed dead creates an unsettling effect. അവിടെ മരിച്ചു കിടക്കുന്ന സക്കീനയുടെ മൃതശരീരം പോലും ആ ഒരു ഫ്രേസിനോട് റെസ്പോണ്ട് ചെയ്യുന്നത് വായനക്കാരിൽ വലിയ ആഘാതമാണ് സൃഷ്ടിക്കുന്നത്. The moment forces the reader to confront the brutality inflicted on women during partition. അപ്പോൾ ഇന്ത്യ വിഭജന കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള കലാപങ്ങളിൽ സ്ത്രീകൾ നേരിടേണ്ടി വന്നിട്ടുള്ള ഈ അക്രമങ്ങളെക്കുറിച്ച് വായനക്കാരിൽ വ്യക്തമായൊരു ചിത്രം നൽകുന്നതിന് വേണ്ടിയിട്ട് ഈ സ്റ്റോറിക്ക് സാധിക്കുന്നു. The story ends with unbearable horror, leaving an unforgettable impression of the irreversible damage inflicted upon victims of war. അപ്പോൾ ഇത്തരത്തിൽ ഈ കഥയിൽ സക്കീനയ്ക്കും അതുപോലെ തന്നെ ഇന്ത്യ വിഭജന ചരിത്രത്തിൽ അനവധി സ്ത്രീകൾക്കും നേരിടേണ്ടി വന്നിട്ടുള്ള ഈ ദാരുണ അനുഭവത്തിൻ്റെ മറക്കാനാകാത്ത ഒരു ഞെട്ടിപ്പിക്കുന്ന ചിത്രമാണ് ഈ കഥയുടെ ഫൈനൽ സീന് അല്ലെങ്കിൽ ക്ലൈമാക്സ് കൊണ്ട് സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ഇനി ഇതിലെ എസ്സേ ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ചോദ്യം, എക്സ്പ്ലോർ ഹൗ മാൻഡോ ഇല്ലുസ്ട്രേറ്റ്സ് ദി ഇമ്പാക്ട് ഓഫ് വയലൻസ് ആൻഡ് ട്രോമ ഓൺ വിമൻ ഡ്യൂറിങ് ദ പാർട്ടീഷൻ ഓഫ് ഇന്ത്യ. ഇന്ത്യ വിഭജന കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള കലാപങ്ങളിൽ സ്ത്രീകൾ നേരിടേണ്ടി വന്നിട്ടുള്ള അതിക്രമങ്ങളെ എങ്ങനെയാണ് ഈ കഥയ്ക്കകത്ത് അവതരിപ്പിച്ചിട്ടുള്ളത്? Mando's Open It portrays the brutal realities of partition, particularly the gendered violence that women endured. ഇന്ത്യ വിഭജനത്തിൻ്റെ ഒരു ഭീകര ചിത്രം ഈ കഥയിൽ അവതരിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും സ്ത്രീകൾ നേരിടേണ്ടി വന്നിട്ടുള്ള അതിക്രമങ്ങളുടെ ഒരു ചിത്രം ഈ കഥയിൽ അവതരിപ്പിക്കുന്നു. Through Sakina's tragic fate and elements of magic realism, Mando reveals how women were dehumanized during the partition of India. സക്കീനയുടെ ഒരു ദുരന്ത കഥയിലൂടെയും ഈ കഥയിൽ അവതരിപ്പിക്കുന്ന മാജിക് റിയലിസത്തിലൂടെയും ഇന്ത്യ വിഭജന കാലഘട്ടത്തിൽ സ്ത്രീകൾ നേരിടേണ്ടി വന്നിട്ടുള്ള അതിക്രമങ്ങളുടെ ഒരു ചിത്രം ഈ കഥയിൽ അവതരിപ്പിക്കുന്നു. സക്കീന ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ആസ് എ വൾണറബിൾ ടീനേജ് ഗേൾ ഹു ഗെറ്റ് സെപ്പറേറ്റഡ് ഫ്രം ഹെർ ഫാദർ ഡ്യൂറിങ് ദ കയോസ് ഓഫ് ദ വയലൻസ്.
ഈ വിഭജന കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള വർഗീയ കലാപങ്ങൾക്കിടയിൽ തൻ്റെ പിതാവിൽ നിന്ന് വേർപെട്ടു പോയിട്ടുള്ള ഒരു ടീനേജ് ഗേളായിട്ടാണ് ഈ കഥയിൽ സക്കീനയെ അവതരിപ്പിക്കുന്നത്. ഹെർ മദേഴ്സ് ഡൈയിങ് വേർഡ്സ് എംഫസൈസ് ദ ഫിയർ ദാറ്റ് വിമൻ ഫേസ്ഡ് ഡ്യൂറിങ് പാർട്ടീഷൻ. ഇവളുടെ അമ്മ ആ കലാപത്തിൽ കൊല ചെയ്യപ്പെടുകയാണ് ഉണ്ടാവുന്നത്. മരിക്കുന്ന സമയത്തും അവളുടെ അമ്മ ഇവളെക്കുറിച്ച് ഓർത്ത് ആവലാതിപ്പെടുകയായിരുന്നു എന്നുള്ളത് ആ ഒരു കാലഘട്ടത്തിൽ സ്ത്രീകൾ നേരിടേണ്ടി വന്നിട്ടുള്ള ഭയാനകമായിട്ടുള്ള സാഹചര്യം വിവരിക്കുന്നതാണ്. The young men who promised to help Sirajuddin appeared to be saviors but instead became perpetrators. ഇനി തൻ്റെ മകളെ അന്വേഷിച്ച് നടക്കുന്ന സിറാജുദ്ദീനെ അവളെ കണ്ടുപിടിച്ചു കൊടുക്കാമെന്ന് പ്രോമിസ് ചെയ്യുന്ന ആ ചെറുപ്പക്കാർ അവളെ രക്ഷിക്കുന്നതിന് പകരം ഉപദ്രവിക്കുന്ന ഒരു കാഴ്ചയും നമ്മൾ ഈ കഥയിൽ കാണുന്നു. ഇറ്റ് ഹിൻസ് അറ്റ് ഹൗ ഈവൻ ദോസ് ഇൻ സപ്പോസ്ഡ് പൊസിഷൻസ് ഓഫ് എയ്ഡ് കുഡ് നോട്ട് ബി ട്രസ്റ്റഡ്. അപ്പോൾ കലാപങ്ങളിൽ തങ്ങളെ ആക്രമിക്കാൻ വരുന്ന ആളുകളെ മാത്രമല്ല, തങ്ങളെ സഹായിക്കാനാണ് എന്ന് പറഞ്ഞു വരുന്ന ആളുകളെ പോലും വിശ്വസിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഈ കഥയിൽ അവതരിപ്പിക്കുന്നു. സക്കീന ഈസ് ഫൗണ്ട് അൺകോൺഷ്യസ് നിയർ ദ റെയിൽവേ ട്രാക്സ് ഡേയ്സ് ആഫ്റ്റർ ദ വോളണ്ടിയേഴ്സ് ടുക്ക് ഹെർ ഇംപ്ലയിങ് പ്രൊലോങ്ഡ് അബ്യൂസ്. ഇനി സക്കീനയെ ഈ വോളണ്ടിയേഴ്സ് കണ്ടെത്തി അവരുടെ ലോറിയിൽ കയറ്റി കൊണ്ടുപോയതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് റെയിൽവേ ട്രാക്കിനകത്ത് അവളുടെ ശരീരം കാണുന്നത്. അപ്പോൾ എത്ര ദീർഘമായിട്ടുള്ള ഒരു ദുരന്ത അവസ്ഥയിലൂടെയാണ് അവൾ കടന്നുപോയിട്ടുള്ളത് എന്നത് അതിലൂടെ അവതരിപ്പിക്കുന്നു. It illustrates the magnitude of violence against women during the partition of India. അപ്പോൾ ഇത്തരത്തിൽ സക്കീനയുടെ ദുരന്ത കഥയിലൂടെ ഇന്ത്യ വിഭജന കാലഘട്ടത്ത് ഉണ്ടായിട്ടുള്ള കലാപങ്ങളിൽ സ്ത്രീകൾ നേരിടേണ്ടി വന്നിട്ടുള്ള ദുരനുഭവങ്ങളുടെ ഒരു ചിത്രം ഈ കഥയിൽ അവതരിപ്പിക്കുന്നു. The final surreal scene where a lifeless Sakina mechanically lowers her shalwar at the doctor's command is a chilling depiction of trauma. ഇതുകൂടാതെ ഈ സ്റ്റോറിയിലെ ക്ലൈമാക്സിൽ വരുന്ന സർറിയൽ സീൻ ജീവനറ്റ് കിടക്കുന്ന സക്കീനയുടെ ശരീരം പോലും ഡോക്ടർ പറയുന്ന ഓപ്പൺ ഇറ്റ് എന്ന ഫ്രേസിനോട് പ്രതികരിക്കുന്നത് അവൾ കടന്നുപോയിട്ടുള്ള ദുരന്ത അനുഭവങ്ങളുടെ ആഘാതം വെളിപ്പെടുത്തുന്നതാണ്. Her response suggests that she has been conditioned into obedience, illustrating the impact of trauma. അവളുടെ റെസ്പോൺസ് അവിടെ സൂചിപ്പിക്കുന്നത് അവൾ കടന്നുപോയിട്ടുള്ള അനുഭവത്തിനിടയിൽ എത്ര തവണ ആ ഫ്രേസ് അവൾക്ക് കേൾക്കേണ്ടിയും അനുസരിക്കേണ്ടിയും വന്നു എന്നുള്ള ഒരു ദുരന്ത ചിത്രമാണ് അവിടെ വെളിപ്പെടുത്തുന്നത്. മാൻഡോസ് ഡെപ്പിക്ഷൻ ഓഫ് സക്കീന സഫറിംഗ് സെർവ്സ് ആസ് എ പവർഫുൾ ക്രിട്ടിക് ഓഫ് ദി വയലൻസ് ഇൻഫ്ലിക്റ്റഡ് ഓൺ വിമൻ ഡ്യൂറിംഗ് പാർട്ടീഷൻ. ഇത്തരത്തിൽ ഇന്ത്യ വിഭജന കാലഘട്ടത്തുണ്ടായിട്ടുള്ള കലാപങ്ങളുടെ ഭാഗമായിട്ട് സ്ത്രീകൾ നേരിടേണ്ടി വന്നിട്ടുള്ള അതിക്രമങ്ങളെ ഈ കഥ വിമർശിക്കുന്നു. The story forces the reader to confront the often overlooked horrors that women endured, making open it a poignant reminder of history's unrecorded victims. അപ്പോൾ ഇന്ത്യ വിഭജന ചരിത്രത്തിൽ ഇത്തരത്തിലുള്ള അക്രമങ്ങളുടെ കഥ എവിടെയും നമ്മൾ അധികം കേൾക്കാത്തതാണ്. അത്തരത്തിൽ അധികം ആരും പറഞ്ഞ് കേട്ടിട്ടില്ലാത്ത ഈ ഒരു യാഥാർത്ഥ്യത്തിൻ്റെ ചിത്രം ഇന്ത്യ പാക് വിഭജന കാലഘട്ടത്തിൽ എത്രമാത്രം വർഗീയ കലാപങ്ങളും അതിൽ തന്നെയും എത്രമാത്രം ദുരന്ത അനുഭവങ്ങളിലൂടെ സ്ത്രീകൾ കടന്നുപോകേണ്ടി വന്നു എന്നൊരു ചിത്രവും ഈ കഥയിൽ അവതരിപ്പിക്കുന്നു. ഇനി ഇതിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ: examine how the story reflects the loss of individuality and the deep emotional scars left on the survivors of the partition. ഇന്ത്യ വിഭജന കാലഘട്ടത്തുണ്ടായിട്ടുള്ള ഈ കലാപങ്ങളിൽ ഇരയായവരിൽ അത് എത്ര വലിയ ഒരു വൈകാരിക മുറിവാണ് സൃഷ്ടിച്ചത് എന്നും അത് അവരുടെ വ്യക്തിത്വം തന്നെ എങ്ങനെ ഇല്ലാതാക്കി എന്നതും എങ്ങനെയാണ് ഈ കഥയിൽ അവതരിപ്പിക്കുന്നത്. Mando's Open It captures the devastating impact of partition on individuals, particularly the loss of personal identity and the emotional scars left behind. അപ്പോൾ മാൻഡോയുടെ ഓപ്പൺ ഇറ്റ് എന്ന ഈ കഥയിൽ ഇന്ത്യ വിഭജന കാലഘട്ടത്ത് വ്യക്തികൾ നേരിടേണ്ടി വന്നിട്ടുള്ള ദുരന്ത അനുഭവങ്ങളെയും ആ ദുരന്ത അനുഭവങ്ങൾ അവരിൽ സൃഷ്ടിച്ചിട്ടുള്ള വൈകാരിക മുറിവുകളും അവരുടെ വ്യക്തിത്വം തന്നെ നഷ്ടപ്പെടുന്നൊരു സാഹചര്യവും അവതരിപ്പിക്കുന്നു. Through Sirajuddin's desperate search for his daughter and Sakina's tragic fate, Mando illustrates how violence stripped people of their past, their agency and even their sense of self. സിറാജുദ്ദീൻ തൻ്റെ മകളെ അന്വേഷിച്ചുകൊണ്ടുള്ള ഭ്രാന്തമായിട്ടുള്ള അലച്ചിലൂടെയും സക്കീന നേരിടേണ്ടി വരുന്ന ദുരന്ത അനുഭവത്തിലൂടെയും ഈ കഥ ഈ കലാപത്തിൻ്റെ ഭാഗമായിട്ട് ആളുകളിലുണ്ടാവുന്ന മുറിവും ആഘാതവും വ്യക്തമായി അവതരിപ്പിക്കുന്നു.
Sirajuddin's initial numbness and confusion in the refugee camp reflect the psychological shock of partition survivors. ഈ കഥയുടെ തുടക്കത്തിൽ നമ്മൾ സിറാജുദ്ദീനെ അഭയാർത്ഥി ക്യാമ്പിൽ കാണുന്ന സമയത്ത് അയാളാകെ മരവിച്ച് നിൽക്കുകയാണ്, ഒന്നും ഓർത്തെടുക്കാൻ പോലും കഴിയാത്ത സാഹചര്യമാണ് നമ്മൾ അയാളിൽ കാണുന്നത്. അപ്പോൾ എത്രമാത്രം വലിയ മാനസിക ആഘാതമാണ് അത് സൃഷ്ടിക്കുന്നത് എന്ന് ഇതിലൂടെ നമ്മൾ അറിയുന്നു. He is unable to grieve properly, showing how trauma suppresses even basic human emotions. അയാൾക്ക് ഒന്നും ഓർത്തെടുക്കാനോ ഒന്ന് കരയാൻ പോലും കഴിയാത്ത രീതിയിൽ മരവിച്ച അവസ്ഥയിലാണ് നമ്മൾ അയാളെ കാണുന്നത്. അപ്പോൾ എത്ര വലിയ വൈകാരിക മുറിവുകളാണ് ഇത്തരം അനുഭവങ്ങൾ സൃഷ്ടിക്കുന്നത് എന്ന് ഇതിലൂടെ അവതരിപ്പിക്കുന്നു. Once a vibrant, independent girl, Sakina becomes a silent victim, reduced to a body subjected to repeated abuse. ഒരിക്കൽ ഊർജ്ജസ്വലയായ പെൺകുട്ടിയായിരുന്ന സക്കീന നിശബ്ദയും നിശ്ചലയുമാകുന്ന ഒരു ചിത്രം നമ്മൾ ഈ കഥയിൽ കാണുന്നു. ഹെർ ലോസ് ഓഫ് ഏജൻസി ഈസ് സോ സിവിയർ ദാറ്റ് ബൈ ദ ടൈം ഷീ ഈസ് ഫൗണ്ട് ഷീ നോ ലോങ്ങർ എക്സ്പ്രസസ് എനി സെൻസ് ഓഫ് സെൽഫ് ഓർ റെസിസ്റ്റൻസ്. ഇനി അവൾ കടന്നുപോയിട്ടുള്ള ദുരന്തത്തിൻ്റെ ആഘാതം നമ്മൾ ഈ കഥയുടെ ക്ലൈമാക്സിൽ കാണുന്നുണ്ട്. ഓപ്പൺ ഇറ്റ് എന്ന് പറയുന്ന ആ ഫ്രേസിനോട് അവൾ പ്രതികരിക്കുന്ന രീതിയിൽ നിന്ന് എത്രമാത്രം അവൾക്ക് അവളുടെ ഒരു വ്യക്തിത്വം പോലും നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ കാണുന്നു. Final scene where she mechanically obeys the doctor's words signifies the ultimate erasure of individuality. She is no longer a person, just a conditioned body responding to commands. അപ്പോൾ ഈ ഫൈനൽ സീനിൽ നമ്മൾ കാണുന്നത് സക്കീന എന്ന് പറയുന്നത് ഒരു വ്യക്തിയല്ലാതെ ആയിരിക്കുന്നു. ഇത്തരം കമാൻഡുകളോട് പ്രതികരിക്കുന്ന ഒരു ശരീരം മാത്രമായി സക്കീന മാറിയിട്ടുള്ള ഒരു ദുരന്ത ചിത്രം ഈ കഥയിൽ അവതരിപ്പിക്കുന്നു. Mando's story highlights how partition not only displaced millions but also stripped them of their humanity and personal histories. അപ്പോൾ ഈ വിഭജന കാലഘട്ടത്തിൽ കുറേയേറെ ആളുകൾ നാടും വീടും ഉപേക്ഷിച്ച് പോവുക മാത്രമല്ല ചെയ്തിട്ടുള്ളത്, അവർക്ക് അവരുടെ മനുഷ്യത്വവും അതുപോലെ തന്നെ വ്യക്തിത്വവും പോലും നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായി എന്നുള്ളത് ഈ കഥയിൽ അവതരിപ്പിക്കുന്നു. സർവൈവേഴ്സ് ലൈക്ക് സിറാജുദ്ദീൻ ലിവ്ഡ് വിത്ത് പെർമനന്റ് ഇമോഷണൽ സ്കാർസ് while victims like Sakina lost everything, even their identity. സിറാജുദ്ദീനെ പോലുള്ള ആളുകൾ ദീർഘമായിട്ടുള്ള അവരുടെ ഈ ഇമോഷണൽ സ്കാറോട് കൂടിയിട്ട് വൈകാരിക മുറിവോട് കൂടിയിട്ട് ജീവിക്കേണ്ടി വരുന്ന കാഴ്ച നമ്മൾ കാണുന്നു. അതുപോലെ തന്നെ സക്കീനയെ പോലുള്ള ആളുകൾ എല്ലാം നഷ്ടപ്പെട്ടു പോകുന്നതും നമ്മൾ കാണുന്നു. ഓപ്പൺ ഇറ്റ് സെർവ്സ് ആസ് എ പെയിൻഫുൾ റിമൈൻഡർ ദാറ്റ് ദ ട്രൂ കോസ്റ്റ് ഓഫ് വാർ ആൻഡ് വയലൻസ് ഈസ് നോട്ട് ജസ്റ്റ് ഫിസിക്കൽ ഡിസ്ട്രക്ഷൻ ബട്ട് ദി ഇറേഷർ ഓഫ് ഇൻഡിവിജ്വൽ ലൈഫ്സ് ആൻഡ് ദെയർ സ്റ്റോറീസ്. അപ്പോൾ ഈ കലാപങ്ങളുടെ ഭാഗമായിട്ട് ആളുകൾക്ക് ശരീരത്തിന് മാത്രമല്ല മുറിവേൽക്കുന്നത്, അതിലും വലിയ മുറിവുകൾ അവരുടെ മനസ്സുകൾക്ക് ഏൽക്കുന്നുണ്ട് എന്നുള്ളൊരു ചിത്രം ഈ കഥയിൽ അവതരിപ്പിക്കുന്നു. ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ചാനൽ നിങ്ങളൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.